കാന്തപുരം ഉസ്താദ് എന്നോട് പറഞ്ഞ ഒരു കാര്യം, മദ്യത്തെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്, അതുകൂടെ പറയേണ്ടത് എന്റെ ബാധ്യതയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണ് സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്ന ഒരു സമ്മേളനം നാടാർമാർ ചേർന്ന 1000-ഓളം പേരുണ്ടായിരുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. സമ്പൂർണ്ണ മദ്യനിരോധനം കേരളത്തിൽ ആവശ്യമാണ്. രാഷ്ട്രീയക്കാരൻ പറഞ്ഞേ ഘട്ടം ഘട്ടമായി നിർത്തുന്ന. എപ്പോഴാണ് ഈ ഘട്ടം ഒന്ന് തുടങ്ങുക? തുടങ്ങണ്ടേ ഉസ്താദ്? എല്ലാ രാഷ്ട്രീയക്കാരും ഘട്ടം ഘട്ടം ഘട്ടം. ഏത് ഘട്ടം? എനിക്ക് മനസ്സിലായില്ല. നിങ്ങളോട് കൊച്ചുമക്കളമിൽ നിന്ന് പറയാൻ നാണമുണ്ട്. ഒരു വർഷം ബിവറേജ് കോർപ്പറേഷൻ, ഈ 5 സ്റ്റാർ 3 സ്റ്റാർ 2 സ്റ്റാർ കള്ള ഹോട്ടലുകളൊന്നും അല്ല, അതല്ലാതെ ബിവറേജ് കോർപ്പറേഷനുടെ മാത്രം ഖജനാവിലേക്ക് വിറ്റുപരമായി വരുന്നത് 8,918 കോടി രൂപയാണ്. ആലോചിച്ച്, അതായത് 9,000 കോടി രൂപ ഖജനാവിലേക്ക് വരികയാണ്. ഈ ചാരായം വിറ്റ് ഒന്ന് ആലോചിച്ച്, മുല്യാക്കന്മാരും ബദിനായ കാന്തപുരം ഉസ്താദ് ഒന്ന് ചിന്തിക്കണം. 9,000 കോടി രൂപ ഒരു വർഷം ഖജനാവിലേക്ക് വരും. എന്തിന്? ആരെ? എന്നിട്ട് പറയുന്നത് എന്താ? ഇത് വേണ്ടെന്ന് വെച്ചേക്കാം, വേണ്ടെന്ന് വെച്ചേക്കാന്ന് പറയുന്നതല്ല, വെക്കുന്നില്ലല്ലോ. അവിടെ അല്ലേ പ്രശ്നം. ഇത് നമുക്ക് ഓടിച്ചിറങ്ങണം, ഒരുമിച്ചിറങ്ങണം. ഇത് ഘട്ടം ഘട്ടം എന്ന് പറഞ്ഞൊക്കെ സമ്മതിച്ചു. അത് ഞാൻ സമ്മതിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യം നിരോധിച്ചത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഘട്ടം ഘട്ടം ഞാൻ സമ്മതിക്കുന്നത്. അതാ പറഞ്ഞു, അതിലേക്കാ വരുന്നത്. ഘട്ടം ഘട്ടമായി 3 പ്രാവശ്യം കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യം മദ്യം വിഷമാണ്, തൊടാൻ പാടില്ല എന്ന് കൽപ്പിക്കുകയായിരുന്നു നബി തിരുമേനി. അതുപോലെ ഇപ്പൊ ഉടനെ ഈ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 9,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന വണ്ടിയുടെ പെട്രോൾ കാശ്, ഞാൻ ഉൾപ്പെടെ MLA-മാരും മന്ത്രിമാരും MP-മാരും ഒക്കെ മേടിക്കുന്ന ടിയുടെയും ഡിയുടെയും 1/3 30% ഈ കള്ളുകുടിയന്മാരുടെ കാശ. ഒന്ന് ആലോചിച്ച്, നാണക്കേടല്ലേ ഇത്? കണക്ക് മനസ്സിലായോ? 22,000 കോടി രൂപയാണ്. അപ്പൊ അതിൽ 9,000 വന്നപ്പോ 30%. അപ്പോ നമ്മുടെ കേരളത്തിലെ MLA-മാരും മന്ത്രിമാരും ഒക്കെ വാങ്ങുന്ന ശമ്പളത്തിന്റെ ടിയുടെ ഒക്കെ 30% ഈ കേരളത്തിലെ മനുഷ്യൻ കുടിച്ചു തൊലച്ചതിന്റെ പണമാണ്. അതിന്റെ അംശം മേടിക്കാൻ മാനാഭിമാനം ഉള്ളവന് പറ്റില്ല. അതുകൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തണമെന്ന വന്ദനായ ഉസ്താദിന്റെ അഭിപ്രായത്തോട് 100% പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. യാതൊരു സംശയം വേണ്ട. അത് നിർത്തുന്നതിന് വേണ്ടി കൊച്ചുമക്കൾ ഉൾപ്പെടെ നമുക്ക് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം എന്ന അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ കേരളത്തിൽ എത്രയോ പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ ഞാൻ നമ്മുടെ UDF-ന്റെ യോഗത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിന് കൂടിത്തരാനുണ്ടായിരുന്നത് പാവപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാത്രമാണ്. ഒളിച്ചു നോക്കാതെ പറയാ, അദ്ദേഹം കൂടിത്തന്നു. KPA മജീദും പറഞ്ഞ അഭിപ്രായം. പക്ഷേ അതൊരു ചർച്ച പോലുമാക്കാതെ മാറ്റുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അധികം താമസിയാതെ എത്രയും വേഗം മദ്യനിരോധനം, സമ്പൂർണ്ണ മദ്യനിരോധനം ഈ രാജ്യത്തുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ നമുക്കൊറ്റക്കെട്ടായി മുൻപോട്ട് പോകാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ മറ്റ് വിശദാംശയ്ക്ക് ഒന്നും കടക്കുന്നില്ല. ഇവിടെ വരുവാനും നിങ്ങളൊക്കെ കാണുവാനും അവസരം ലഭിച്ചത് അള്ളാഹുവിന്റെ കാരുണ്യമായി തന്നെ ഞാൻ കരുതുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ കോട്ടക്കലെത്തിയപ്പോഴും ഈ നിയോജക മണ്ഡലത്തിന്റെ MLA ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി ഫോണിൽ സംസാരിച്ചു. ഉസ്താദിന്റെ അടുത്തേക്കാ പോകുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞു കൊടുത്തു. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ അഭിവാദ്യങ്ങളും ഉസ്താദിനെ അറിയിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് സത്യം ചെയ്യാൻ പറയുന്നത്. വളരെ സന്തോഷത്തോടുകൂടി. തീർച്ചയായും ഞാൻ ചോദിച്ചു, കാരണം ഒരു നിയോജക മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ ആ നിയോജക മണ്ഡലത്തിലെ MLA ആരാണെങ്കിലും സംസാരിച്ച് അനുവാദം മേടിക്കുക എന്നത്
ഞങ്ങളുടെ ഒരു മര്യാദയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിളിച്ചു. ഇവിടെ നമ്മുടെ കോട്ടക്കൽ വന്ന് TV കയറിപ്പോ വീണ്ടും സംസാരിക്കാനിടയായി. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ അഭിവാദ്യങ്ങളും ഈ കൊച്ചുമക്കൾക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. കാന്തപുരം ഉസ്താദിനോടുള്ള ആ സ്നേഹവും പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഞാൻ മറ്റ് വിശദാംശങ്ങൾ ഒന്നും കടക്കാതെ ഇവിടെ വരുവാൻ അവസരം തന്ന SSFന്റെ മുഴുവൻ ഭാരവാഹികളോടും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നോടൊപ്പം ഈ വേദിയിൽ ഉദ്ഘാടകനായി എത്തിയ ഏറ്റവും അഭിനന്ദനായ കാന്തപുരം ഉസ്താദിനോട് ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ ഉസ്താദിന്റെ പള്ളിയൊക്കെ ഉണ്ട്. ഉസ്താദിന്റെ പള്ളിയുണ്ടെന്ന് മാത്രമല്ല, ആ പള്ളിയിലെ റോഡൊക്കെ ഞാൻ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തൊക്കെ ഉസ്താദ് അറിഞ്ഞോ? കാരണം പള്ളിയിൽ പോകുന്നതിന് കാലയിൽ മുള്ളു കൊള്ളാൻ പാടില്ല. നിസ്കരിക്കാൻ പോകുന്നവർക്കിടെ കാലയിൽ കരികല്ലൊന്നും തട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് തീർച്ചയായും യാതൊരു സംശയം കൂടാതെ നിങ്ങളോട് ഞാൻ പറയുന്നു, ഈ കേരളത്തിൽ ജനസമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന രീതിയിൽ ശരിയായ മാർഗത്തിലൂടെ അള്ളാഹുവിന്റെ അടുത്തേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ ഉസ്താദിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് നല്ലവരായി നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം നല്ലൊരു ജീവിതം, നല്ല പ്രവർത്തനത്തോട് നല്ലൊരു ജീവിതം ഈ കൊച്ചുമക്കൾക്ക് പരമകാരുണ്യനായ അല്ലാഹുവേ നൽകി